ചൂടത്ത് അമിതമായി ചൂടാകുന്നത് അത്ര നല്ല കാര്യമല്ല. KCB ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും അവരുടേതായ പരിമിതികളുണ്ട്. സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയവും വേണം. മറ്റു വാർത്തയിലേക്കാണ്. പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 18 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് കോടതി നടപടികൾ പൂർത്തിയാക്കിയത്. വിനിത വിജി കൊച്ചിയിൽ ചേർന്നു. വിനിത, റിമാൻഡ് ചെയ്തെങ്കിലും ആശുപത്രിയിൽ തുടരുകയല്ലേ? ഈ ആരോഗ്യനില എങ്ങനെയുണ്ട്? കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ് നീക്കമുണ്ടോ? തീർച്ചയായും സുഹൈൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിൽ പോലീസ് ആവശ്യപ്പെടും. പക്ഷെ അതിനു മുൻപ് ഇപ്പോൾ അവർ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഇവരുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും കസ്റ്റഡിയിലേക്ക് വാങ്ങി ചോദ്യം ചെയ്യുക. ഇന്ന് അതിന് മുൻപായി ഇപ്പോൾ അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ജുഡീഷ്യൽ കസ്റ്റഡി റിമാൻഡ് ഈ മാസം 18 വരെയാണുള്ളത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് കോടതി നടപടികൾ പൂർത്തിയാക്കിയത്. ഇനിയിപ്പോഴും അവർ ആശുപത്രിയിൽ തന്നെ തുടരും. ഒപ്പം തന്നെ അവരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനനുസരിച്ച് കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സുഹൈൽ, ശരി. നവജാത ശിശുവിനെ കൊലപ്പെടുത്തി ടെറസിൽ നിറഞ്ഞ സംഭവത്തിൽ പ്രതിയെ ഈ മാസം 18 വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിനീത വിജയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.